നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി വെറൈറ്റി ആയിട്ടുള്ള ഒരു വീഡിയോ കാണിച്ചു തരാനാണ്. അതായത് നമ്മൾ ഇപ്പോഴുള്ളത് നമ്മുടെ അദാനി സീപോർട്ട് വിഴിഞ്ഞം ഹാർബറിൻ്റെ അടുത്തായിട്ടാണ് നമ്മൾ ഇന്നുള്ളത്. ഞാനും രമേശും കൂടെയാണ് ഇവിടെ വന്നത്. എന്താന്ന് വെച്ചാൽ നമുക്ക് ലൈവായിട്ട് കല്ലുമക്കായ, അതുപോലെ ശംഖ്, പിന്നെ കടൽമൂരി, ഈ 3 സാധനവും ലൈവായിട്ട് എടുത്ത് കാണിച്ചു തരാനാണ് നമ്മുടെ രമേശ് ഇവിടെ വന്നിട്ടുള്ളത്. അതുമാത്രമല്ല, ഈ സാധനം എടുത്ത് അതിനെ ലൈവായിട്ട് കഴിച്ചും കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ വിളിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ നേരത്തെ നമ്മുടെ ചാനലിൽ രമേശിൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, ലൈവായിട്ട് കടൽ ഞണ്ട് കഴിക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ സാധനവും പുള്ളിക്കാരൻ ലൈവായിട്ട് എടുത്ത് കഴിച്ച് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മുടെ അദാനിയുടെ പുതിയ സീപോർട്ടിൻ്റെ പണിയൊക്കെ നടക്കുന്നതിൻ്റെ അടുത്തായിട്ടാണ് ഈ കല്ലുമക്കായൊക്കെ ശരിക്കും കിട്ടുന്നത്. അതായത് നമ്മുടെ രാവിലെ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്തും അതുപോലെ മൊയ്തീൻ പള്ളിയുടെ അടുത്തൊക്കെ വരുന്ന ഈ കല്ലുമക്കായ, അതുപോലെ ഈ ശംഖ് എല്ലാം നമ്മുടെ അദാനി സീപോർട്ടിൻ്റെ അടുത്തുനിന്ന് എടുക്കുന്നതാണ്. നമ്മുടെ കൂട്ടുകാർക്ക് കടലിൽ നീന്താനും അതുപോലെ അവിടെ നിന്ന് ചിപ്പിയും കാര്യങ്ങളൊക്കെ എടുക്കാൻ അറിയാനുള്ള കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ വിഴിഞ്ഞ ഹാർബറിൻ്റെ അടുത്തായിട്ട് നമ്മുടെ ഈ 4 മുക്ക് 5 മുക്ക് കല്ലെന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. അതായത് ഈ കോണ് പോലത്തെ കല്ലുകൾ, അതിൽ നിറയെ ചിപ്പിയും അതുപോലെ ശംഖും കിട്ടുന്നൊരു സ്ഥലമാണ്. അറിയാവുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ വിഴിഞ്ഞ ഹാർബറിൻ്റെ അടുത്തായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും ഇതുപോലെ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരുപാട് കിട്ടും. പക്ഷേ കറക്റ്റായിട്ട് നീന്താനൊക്കെ അറിഞ്ഞിരിക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ പോക്കാണ്. അപ്പോൾ നമ്മുടെ രമേശ് ആദ്യമായി തന്നെ ഒരു കല്ലുമക്കായ പൊട്ടിച്ച് ലൈവായിട്ട് കഴിച്ചു കഴിഞ്ഞ് അടുത്തിന് ശംഖാണ് പൊട്ടിച്ച് പുള്ളിക്കാരൻ പച്ചയ്ക്ക് കഴിക്കാൻ പോകുന്നത്. പക്ഷെ ഇതുപോലെ പച്ചയ്ക്കൊക്കെ കഴിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാടുകളിലുണ്ട്. അറിഞ്ഞൂടാത്ത കൂട്ടുകാർ ആദ്യമായിട്ട് കാണുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒന്ന് തോന്നാനായിട്ട് ചാൻസ് കൂടുതലാണ്. പക്ഷെ ഇതൊക്കെ പച്ചയ്ക്ക് കഴിക്കുന്നത് അത്രയ്ക്കും ഒരു നല്ല ഒരു സംഭവം തന്നെയാണ്. അറിയാനുള്ള ആളുകൾക്ക് മാത്രമേ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ അറിയാവൂ. രണ്ടാമതൊരു ശംഖിനെ എടുത്താണ് നമ്മുടെ രമേശ് സൂപ്പറായിട്ട് പൊട്ടിച്ച് അതിനെ കടൽ വെള്ളത്തിൽ കഴുകിയിട്ടാണ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ മറക്കാതെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു അടിപൊളി വീഡിയോയിൽ ഇനി കാണുന്നതുവരെ എല്ലാവർക്കും ബായ് പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്.